ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അനീഷ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മൈജി ഫ്യൂച്ചറിന്റെ പൂത്തോൾ സ്റ്റോറിലാണ്. മലയാളം ബിഗ് ബോസ് സീസൺ 7 ഫിനാലെ വേദിയിൽ വെച്ച് മൈജി ഫ്യൂച്ചറിന്റെ ഷാജിക്ക എനിക്കൊരു പ്രോമിസ് തന്നിരുന്നു. അനീഷിന്റെ വീട്ടിലേക്ക് ഉള്ള എല്ലാ ഗൃഹോപകരണങ്ങളും മൈജി കൊടുക്കാൻ. അതിപ്പോൾ നടക്കാനായിട്ട് പോവാണ്. ഞാൻ ഈ പൂത്തോളിൽ മൈജി ഫ്യൂച്ചറിലേക്ക് വന്ന് ഓരോരോ കാര്യങ്ങളും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെനിക്കിഷ്ടമായി. അപ്പൊ ഇത് സെലക്ട് ചെയ്താലോ? കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് വന്ന് ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് കണ്ടപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ആയി. ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ ആ ഒരു വെൽക്കമിങ്ങും അവരുടെ ആ ഒരു നിറഞ്ഞ പുഞ്ചിരിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓരോ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ നോക്കി അതൊക്കെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടത്തോടു കൂടി തന്നെ അതെന്റെ വീട്ടിലെത്തിക്കുന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഡെലിവറിക്ക് വേണ്ടി ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. Perseverance. That's what I'm talking about, G. You feel me? Check it. Let's go. உலகம் உன்னை எதிர்க்கும் போது உன்னை நீயே நம்பும் போதும் ரத்தம் ஒரு சொட்டு மிச்சம் இருந்தாலும் ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. കാരണം ഇതാ നോക്കൂ, എൻ്റെ പുറകില് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫൈനൽ വേദിയിൽ വെച്ച് ഷാജിക്കയും മൈജിയും പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, അനീഷിന്റെ വീട്ടിലേക്കുള്ള ഗ്രഹോപകരണങ്ങളെല്ലാം മൈജി തരും എന്നുള്ളത്. ആ വാക്ക് ഇതാ പാലിച്ചിരിക്കുന്നു. എല്ലാ സാധനങ്ങളും, വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിയിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു മൈജി, ഇത്ര എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ഈ മൈജിയുമായിട്ടുള്ള ബന്ധം. കാലങ്ങൾക്ക് മുൻപ് ഞാൻ മൊബൈലൊക്കെ എടുത്തിരിക്കുന്നത് പൂത്തോള് മൈജിയുടെ ഷോറൂമിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് വേറെ പ്രൊഡക്ട്സും ഞാൻ മൈജിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. മൈജി ബിഗ് എൻട്രി കോൺടെസ്റ്റിലൂടെയാണ് ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തുന്നത്. അതും എടപ്പള്ളിയിലെ മൈജി ഫ്യൂച്ചർ ഷോപ്പിൽ പോയിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചിരുന്നത്. അങ്ങനെ 100 ദിവസം നിൽക്കാൻ സാധിക്കുകയും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒക്കെ എനിക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പൊ അതിനെല്ലാം കാരണമായത് മൈജിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാണ്, താങ്ക് യു മൈജി, താങ്ക് യു ഷാജിക്ക, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.